എൻ മാധവൻകുട്ടി. സുഹൃത്തുക്കളെ, സഖാക്കളെ, ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നതല്ല, തിരുവനന്തപുരത്ത് നിന്ന് ഐക്യദാർഢ്യത്തിന് വേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ പട്ടികയിൽ എൻ്റെ പേര് കാണില്ല. പക്ഷെ വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ തോന്നി. കാരണം ഈ നിരയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടാവണം. അതിൻ്റെ ഒരു എന്തായാലും ഞാൻ ലിസ്റ്റുകളിൽ ശ്രദ്ധിക്കാത്തതാണ്. പക്ഷെ എനിക്ക് ഇരുപ്പുറച്ചില്ല. അതാണ് എൻ്റെ ഒരു വാസ്തവം. പച്ച മലയാളത്തിൽ ഇരുപ്പുറയ്ക്ക് ഫാസിസ്റ്റ് വിരുദ്ധ ഇത്തരം യോഗങ്ങളിൽ, കൂട്ടായ്മകളിൽ ഇരുപ്പുറയ്ക്കായ്മ, അതാണ് ഒരു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയൊക്കെ ലക്ഷണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ പിന്നെ വരാൻ പറഞ്ഞു. അപ്പോൾ തോന്നി ഒന്ന് കാര്യം മാധ്യമപ്രവർത്തകൻ, രണ്ട് അഭിമാനത്തിൻ്റെ ഒരു നിമിഷം. കാരണം എനിക്കൊരു ഭയമുണ്ടായിരുന്നു. ഈ DC ബുക്ക് സ്റ്റാൾ ഈ കേരളത്തിലെ അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമാണ്, അത് മറക്കണ്ട. DC ബുക്സ് നമ്മുടെ സാംസ്കാരിക സാഹിത്യ രംഗത്തെ ഒരു അധികാര കുത്തക കൂടിയാണ്. അദ്ദേഹം തിരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പം അവിടെ ഇരിക്കുന്ന ഈ സാഹിത്യകാരന്മാരൊക്കെ കൂടി ചേരുമ്പോൾ അത് വലിയ കാര്യമില്ല. അധികാരത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വൈകിയെങ്കിലും തങ്ങളുടെയൊക്കെ സാഹിത്യ രചനയ്ക്കുള്ള ഒരു DC-യുടെ ഒരു നല്ല ബുക്കിൽ വരിക എന്നുള്ള ഒരു സങ്കുചിത്വത്തിന് സാധ്യതയുള്ള സാഹിത്യകാരന്മാരുമാണ് എനിക്ക് അറിയാം. പലപ്പോഴും രാഷ്ട്രീയക്കാരെക്കാൾ മോശമായിട്ട്. അപ്പം അതുകൊണ്ട് DC-യുടെ പേരിൽ വിളിച്ചു കൂട്ടുന്നതിൽ, ആളെ കൂടുന്ന സാഹിത്യകാരന്മാരെ കൂടുന്നതിൽ ഒരു പത്രപ്രവർത്തനം എന്നുള്ളത് എനിക്ക് തീരെ ബഹുമാനം എനിക്കില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എൻ്റെ ഒരു ഗ്രന്ഥകാരനല്ല. പക്ഷെ അപ്പോഴാണ് അത്ഭുതത്തിൻ്റെ അത്ഭുതം. എൻ്റെ ഏക പ്രസാധകൻ സഖാവ് ലാൽ സലാം. ഞാൻ ആകെ ചെയ്തിട്ടുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചത് അഭിമാനകരമായി തോന്നുന്നു എനിക്ക്. DC അല്ല എൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചെന്നാൽ ഇപ്പോഴാണ് എനിക്ക് അഭിമാനം തോന്നുന്നത്. ഒരു ചെറിയ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകന്റെ ഒരു ധൈര്യമുള്ള, ചങ്കുറപ്പുള്ള ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ ചെറിയ എഴുത്തുകൾ പ്രസിദ്ധീകരിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ ശരിയായ അണിയിൽ തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. രണ്ട്, ഞാൻ മാധ്യമപ്രവർത്തകനായെന്ന് സ്വയം വിമർശിക്കുന്നത് കൊണ്ട് ഇവിടെ പറയുന്നത് ഒരു കാര്യമുണ്ട്. കാരണം മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇവിടെ ഇപ്പോഴും സംസാരിക്കുന്ന കേട്ടപ്പോൾ സാറാ ടീച്ചറും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ ഒരു പുതിയ ദുർബോധത്തെ പെട്ടെന്ന് തോരുകയാണ്. അതല്ല ടീച്ചർ. 1986 ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പങ്കെടുക്കുകയാണ്. അതിനത്രയും സത്യസന്ധത വേറൊന്നിനുമില്ല. 1986 ഞാൻ RSS പക്ഷപാതിത്വമുള്ള രാംനാഥ് ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിന്റെ കേരളത്തിലെ ചുമതലക്കാരനാണ്. അന്ന് എൻ്റെ കൂട്ടുകാരനും ഈ തൃശ്ശൂർ സഖാവ് C അച്യുതമേനോന്റെയും പ്രൊഫസർ അരവിന്ദാഷിന്റെയും ഏറ്റവും അടുത്ത ബന്ധുവായ എൻ്റെ ആത്മമിത്രം, അത് ആനന്ദിന്റെയും സച്ചിദാനന്ദന്റെയും ജോയിയുടെയും ഒക്കെയുള്ള 70-കൾ 60-കളുടെ അവസാനം മുതൽ 70-കളുടെ വരെ ഉള്ള സച്ചിദാനന്ദന്റെ ഒക്കെ ആ എൻ്റെ നാട്ടുകാരനും കൂട്ടുകാരനുമായ നാരായണൻകുട്ടി സത്നാം സിംഗിന്റെ പോലെ സമാനമായ സാഹചര്യത്തിൽ ആത്മീയ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെട്ട് തിരുവനന്തപുരം മനോരോഗാശുപത്രിയിൽ കിടന്ന് അവിടെ നിന്ന് ശവശരീരമായി മെഡിക്കൽ കോളേജിലേക്ക് പോയ ഒരു ചരിത്രമുണ്ട്. അത് എത്ര നിങ്ങളുടെ പ്രായത്തിന്റെ അനുസരിച്ച്, ഓർമ്മയുടെ അനുസരിച്ച് അതുണ്ട്. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് എന്തോ കണ്ടിട്ട് ഒരു ആക്രമണം, DC, അമ്മ എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇനി അത് കഴിഞ്ഞില്ല. ഇനി അല്പം ആത്മചരിത്രം പറയാതെ നിവൃത്തിയില്ല, ഇഷ്ടമല്ലെങ്കിലും. അന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രാധിപരം എന്നുള്ള നിലയ്ക്ക് മറക്കരുത്, RSSന്റെ അനുകൂലിയായ രാംനാഥ് ഗോയങ്കയുടെ കേരളത്തിലെ പത്രത്തിന്റെ ചുമതലക്കാരൻ. അന്ന് ഇനി അവശിഷ്ടമായിട്ടുള്ള നൈതികതയുടെ ബാധ്യത കൊണ്ട് എൻ്റെ കൂട്ടുകാരനായ നാരായണൻകുട്ടിയുടെ മരണ കാരണം അന്വേഷിക്കാൻ ഇവിടെ പ്രസ്താവന കൊടുത്തിട്ട് പ്രസിദ്ധീകരിക്കാത്ത പത്രപ്രവർത്തകരെ പറ്റി എന്ത് അരുമയായിട്ടാണ് സംസാരിക്കുന്നത്. ഡെസ്കിൽ കൊല്ലപ്പെട്ടു. നാം ലജ്ജിക്കണം. കാരണം ഇപ്പൊ നിങ്ങളുമായിട്ട് പങ്കിടുമ്പോൾ ഞാൻ 15-16 വർഷമായി CPM-നെതിരെ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തിമിരത്തിന്റെ ധാർമ്മിക ദൗർബല്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആത്മസംതൃപ്തിയും നിൽക്കും. ഇവിടെ എല്ലാവരും ടീച്ചറും ഒക്കെ മാധ്യമ വിമർശനം, ഇപ്പൊ എനിക്കും KNU ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ള ചീത്ത ചിലതൊന്നുമല്ല. പിണറായിയുടെ പിണിയാൾ, അയാളുടെ പൈസ കിട്ടി, TP ചന്ദ്രശേഖരന്റെ ചോര കയ്യിലുള്ളവർക്ക് എങ്ങനെ സംസാരിക്കാം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അപ്പോൾ ഇവിടെ പറഞ്ഞത് 86 ഇതൊന്നുമില്ലല്ലോ, സോവിയറ്റ് യൂണിയൻ പോലും ഉണ്ട്. TP നിൽക്കട്ടെ ഇവിടെ പരമേശ്വരൻ. സോവിയറ്റ് യൂണിയന് ശേഷം ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളാണെന്ന് CR പരമേശ്വരൻ മനസ്സിലാക്കണം. അതിനപ്പുറം, സ്റ്റാലിനപ്പുറം നിങ്ങൾക്ക് ആരോപിക്കാൻ ഒന്നും ഉണ്ടാവില്ല ഇപ്പോഴും. പക്ഷെ അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. പക്ഷെ പറയേണ്ടിയിരിക്കുന്നു, എളുപ്പത്തിൽ ചർച്ച വിജയിച്ചു പോക്കല്ല, ഡയസിലിരിക്കാതെ. അതിനുള്ള അവസരമല്ലാത്തത് കൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. മാർക്സിസം മതമാണോ, മാർക്സിസത്തിനകത്ത് നിൽക്കുന്നവർക്ക് ഫാസിസ്റ്റുകളുമായി തുലനം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളൊക്കെയുള്ള ആ ഉയർന്ന സംവാദത്തിനുള്ള വേദിയല്ല സോമശേഖരനൊക്കെ പറഞ്ഞതുകൊണ്ട്. അത്
ഉത്തരം പറയാതെ പോവുകയല്ല, അതിന്റെ സ്വഭാവമല്ല എന്ന് തന്നെ അറിയുന്നവർക്കറിയാം. പക്ഷേ ഈ 1986 ഈ പരസ്പര ബന്ധം അറിയാതെ വെറുതെ ഇതിന് അമ്മ അല്ലെങ്കിൽ DC എന്ന് പറയുന്നത് ഒരു ഒളിച്ചോടലാണ്. ഫാസിസത്തെ നേരിടാനുള്ള, ഫാസിസത്തെ തിരിച്ചറിയേണ്ടത് അതിന്റെ ബന്ധങ്ങളിലൂടെയാണ്. അതെന്റെ ജീവിതത്തിൽ ഈ ബന്ധം കാണിച്ചു തരാം, പറയാം നിങ്ങൾ. 1986 നാരായണൻകുട്ടിയുടെ ഈ മരണത്തിന്, കൊലപാതകത്തിന് ശേഷം അന്വേഷിക്കാനായിട്ട് ഞാൻ തിരുവനന്തപുരം ബ്യൂറോയിലെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ജോൺ മേരി, ഇന്നത്തെ ഡെക്കാൻ ക്രോണിക്കിളിന്റെ എഡിറ്റർ ജോൺ മേരി പറയുകയാണ്, എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. അമൃതാനന്ദമയുമായിട്ട് എനിക്കറിഞ്ഞൂടെ, എൻ്റെ കുടുംബത്തിൽ ആരൊക്കെയോ അവിടെ പഠിച്ചിട്ട് പോലും ഉണ്ട്. അപ്പൊ എനിക്കതിനെപ്പറ്റി ഒരു ഇഷ്ടമോ അനിഷ്ടത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല, വിദ്വേഷത്തിന്റെ പ്രശ്നമില്ല. ഇടതുപക്ഷമാണ്, അത് വേറൊരു കാര്യം. രാംനാഥ് ഗോയൻകയുടെ ആരുടെ കൂടെ പണിയെടുക്കുമ്പോഴും അതിന് വേറെ തെളിവൊന്നും വേണ്ട. പക്ഷേ ഇത്രയും പറഞ്ഞുള്ളൂ, ജോൺ മേരി ഇടതുപക്ഷക്കാരനല്ല, യുക്തിവാദിയല്ല, ഈശ്വരവിശ്വാസിയാണ്. ജോൺ മേരി എന്ന എന്റെ ചീഫ് റിപ്പോർട്ടറെ ഞാൻ ഒരു പണി ഏൽപ്പിക്കുകയാണ്. പണി ഏൽപ്പിക്കാറുണ്ട് ഇവിടുത്തെ പത്രാധിപന്മാർ. ഗോപാലകൃഷ്ണനാണ് അമ്മയുടെ മാധ്യമ തലവൻ, മറക്കണ്ട. ഏതാവോ ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ, വിളിക്കാൻ ശ്രമിക്കണ്ട. അമ്മയുടെ പ്രചരണ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നത് എട്ടോ ഗോപാലകൃഷ്ണൻ എന്ന് വിളി കേട്ട ഗോപാലകൃഷ്ണനാണ്. രാഷ്ട്രീയം പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ, സന്ദർഭം രാഷ്ട്രീയമായിരിക്കുമ്പോൾ പറയാതെ പറ്റില്ല. ഒന്ന് ഒളിച്ചു വയ്ക്കാൻ നിൽക്കാന്നില്ല. എങ്ങനെയാണ് ഈ ഫാസിസവും ഇതായിട്ടുള്ള ബന്ധം തിരിച്ചറിയുന്നത്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ഇപ്പോഴത്തെ അമ്മയുടെ നേതൃത്വത്തിലുള്ള ഫാസിസവുമായിട്ടുള്ള പരസ്പര വിരുദ്ധതയ്ക്ക് കാരണം അത് തന്നെ. കേരളത്തിൽ 15 വർഷം CPM വിരുദ്ധത്തിന് വീരേന്ദ്രകുമാറിന്റെ പത്രത്തിലൂടെ പട്ടം നയിച്ച ഗോപാലകൃഷ്ണൻ അമ്മയുടെ മാധ്യമ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത്. കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ, പരമേശ്വരനും കേൾക്കട്ടെ. 2, ഈ അന്വേഷണം ആദ്യത്തെ ദിവസം ജോൺ മേരി അവിടെ പോകുന്നു, കടക്കുന്നു. കടത്തിലാണ് കൊല്ലപ്പെടുന്നത്. പിന്നെ വലിയൊരു മെറ്റഫർ ഉണ്ട് അതിൻ്റെയൊക്കെ. സാഹിത്യരന്മാരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ മെറ്റഫർ പറയുന്നത് ശരിയല്ല, ഇവരും തറ പത്രക്കാരൻ. പക്ഷേ ഈ കടന്നിട്ട് കടത്ത് വലിച്ചാണ് നാരായണൻകുട്ടിയെ കൊല്ലുന്നത്. ആദ്യത്തെ ദിവസം കടക്കാൻ നാരായണൻകുട്ടി പിന്നെ ജോൺ മേരിക്ക് സാധിച്ചു. ജോൺ മേരി ഒരു റിപ്പോർട്ട് എഴുതി, ഞാനത് പ്രസിദ്ധീകരിച്ചു. എങ്കിലും ആശ്രമത്തിൽ ഗുണ്ടകൾ സംസാരിക്കുന്നില്ല, അമ്മ സംസാരിക്കുന്നേ ഇന്നത്തെ പോലെ. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ആദ്യത്തെ റിപ്പോർട്ട് വരുന്നു. ഞാൻ പറഞ്ഞു ഇത് പോരാ, നമുക്ക് എവിടെ എത്തും, തീർന്നു. രണ്ടാമത്തെ തവണ ഒരു റിപ്പോർട്ടിന് കൂടി ജോൺ മേരി പോകുന്നു. ജോൺ മേരി വീണ്ടും ദുർബലമായ നിഷേധങ്ങളുമായി തിരിച്ചു വരുന്നു. അന്ന് രാത്രി പത്രാധിപരായ എനിക്ക് ഒരു വിളി വരുന്നു. അത് വേറെ ആരുമല്ല, കേരളത്തിലെ സംഘപരിവാറിന്റെ സൈദ്ധാന്തിക തലതൊട്ടപ്പൻ പി പരമേശ്വരജി എന്ന് വിളിക്കുന്ന കേരളത്തിലെ പരമേശ്വരൻ പി പരമേശ്വരൻ എന്നെ വിളിക്കുന്നു. കേൾക്കണം. ആ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്ന രാത്രി ജോൺ മേരി 2 തവണയായി ആശ്രമത്തിൽ പോകുന്നു. ജോൺ മേരി ക്രിസ്ത്യൻ, അതുകൊണ്ടല്ലോ അതിന്റെ ഒരു എന്നോട് എടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഞാൻ രാംനാഥ് ഗോയൻകയുടെ RSS അനുഭവ പത്രത്തിന്റെ അയാളുടെ ശമ്പളക്കാരനാണ്. ഈ ഫാസിസത്തിന്റെ ബന്ധങ്ങളുടെ ഒരു സ്വഭാവം, ഈ മാധ്യമ വിമർശനവും മാധ്യമ പ്രകീർത്തനത്തിന്റെ ഒക്കെ ആഴക്കുറവ് എനിക്ക് നല്ലോണം അറിയാം. സാംസ്കാരിക നായകന്മാർ, സാഹിത്യകാരനൊന്നും മാധ്യമത്തിന്റെ സങ്കീർണതയിലേക്ക് ഒരു പിടിയുമില്ല. അത്രയ്ക്ക് നിഷ്കളങ്കവും ഒക്കെയാണ് അവരുടെ അറിവ്. ഈ പരമേശ്വരജി വിളിച്ചു പറയുകയാണ്, 3ാമത് ജോൺ മേരി അവിടെ വന്നാൽ ശവമായിരിക്കും. എങ്ങനെയുണ്ട് ആർഷഭാരതം, എങ്ങനെയുണ്ട് സാംസ്കാരിക പാരമ്പര്യം, എങ്ങനെയുണ്ട് ഭാരതീയത, എങ്ങനെയുണ്ട് മോഡിയുടെ പുനരവതാരം. എന്നിട്ടും ദുർബലനാണ്. ജോൺ മേരിക്ക് പോകാൻ കഴിയില്ല. അതും അദ്ദേഹം ഏകദേശം ചവറക്കാരനുമാണ്. ആ 3ാമത്തെ ലേഖനത്തിൽ അതിൻ്റെയൊക്കെ അതിൻ്റെ സൈക്ലോസ്റ്റൈൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനത് മറന്നു. ഇങ്ങനൊരു സന്ദർഭം വരും 24 കൊല്ലത്തിന് ശേഷം. നിങ്ങളൊക്കെ പുതിയൊരു വിപത്ത് കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇതിലെ പ്രധാന പ്രശ്നം RSSും സംഘപരിവാർ, അധികാരത്തിന്റെ പടിവാതിലിൽ നിൽക്കുന്ന സംഘപരിവാരും അമ്മയുടെ കോർപ്പറേറ്റ് സാമ്രാജ്യവുമായിട്ടുള്ള ബന്ധം. അത് മാർക്സ് പറയുന്ന പോലെ ആ ബന്ധത്തിന്റെ ഇഴ പിരിഞ്ഞാൽ എല്ലാം പിരിയും. പക്ഷേ നിർഭാഗ്യവശാൽ അമ്മയുടെ സാമ്രാജ്യത്തെ നിലനിർത്തുന്ന ഫാസിസ്റ്റ് സംഘപരിവാർ ഇന്ത്യയുടെ ദേശീയ അധികാരത്തിന്റെ പടിവാതിൽ നിൽക്കുമ്പോഴാണ് ഇത് നിൽക്കുന്നതെന്നാണ് 86ഉം 2014 സംബന്ധിച്ച് എനിക്കുള്ള ഏക വ്യത്യാസം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വീണ്ടും പരസ്പര ബന്ധങ്ങളെ പറ്റി. ഇവിടെ DC-ക്ക് ഇന്നലെ അയച്ച മെസ്സേജിൽ പറഞ്ഞു, DC ഒരു ചെറിയ ആളല്ല.
ഒരു DC പരാതി പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ പോലീസിനെ തന്നെയാണ്. അതിനവിടെ വലിയ വാക്കുകളോടൊന്നും കളിക്കാൻ ഞാൻ തയ്യാറല്ല. കോടിയേരിയുടെയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ VS ഒന്നും പോലീസല്ല. ആരാണ് DC? ഉമ്മൻചാണ്ടിക്കും DCക്കും തമ്മിൽ സാമ്യമുണ്ട്. അവർ വളരെ മാന്യന്മാരാണ്. അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ രീതികളൊക്കെ സവർണ ക്രിസ്ത്യൻ ആഢ്യത്വത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് പരിചയപ്പെട്ടവർക്കറിയാം, മോശമായിട്ട് പറയല്ല. ഉമ്മൻചാണ്ടിയെ പോലത്തെ ഒരാൾക്ക് കോട്ടയത്തെ DC ബുക്സിന്റെ DC രവിയുടെ വീട്ടിലേക്ക് കല്ല് വീണാൽ ഇങ്ങനെയല്ല പ്രതികരിക്കുക. അവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ദേശീയ സമരത്തിന്റെയും കോൺഗ്രസിന്റെയും DC കിഴക്കൻ മുറിയുടെയും ഒക്കെ ചരിത്രമായിട്ടുള്ള ബന്ധമാണ്. ഒരർത്ഥത്തിൽ നല്ലതാണ്. ഈ കുത്തക പ്രസിദ്ധീകരണ സ്ഥാപനത്തിന്റെ തലവന്റെ നേർക്ക് വീണ കല്ല്, ആ കല്ലിനോട് ഇവിടത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഉമ്മൻചാണ്ടി രാഷ്ട്രീയ സർക്കാർ പ്രതികരിച്ചത് ഈ DCയെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഉള്ളറിവാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ഭാവിയിലുള്ള അദ്ദേഹത്തിന്റെ അണിചേരേണ്ട സഖ്യങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്വയം പക്ഷപാതിത്വങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ സാഹിത്യ അഭിരുചികളെ സംബന്ധിച്ച്, രാഷ്ട്രീയ വിവക്ഷകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാനും കേരളത്തിലെ ജനാധിപത്യ നവോത്ഥാന ശക്തികൾ തന്നെയാണ് DCക്കും നിങ്ങളുടെ യഥാർത്ഥ കൂട്ടാളി എന്ന് തിരിച്ചറിയാനും, അധികാരത്തിൽ വരവും പുഞ്ചിരിക്കലും കോട്ടയം ബന്ധങ്ങളും അച്ഛന്റെ സ്മാരകവും നിർമ്മിക്കലും ഒന്നുമല്ല. യഥാർത്ഥത്തിൽ whenever it matters, എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യം അന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനാണ് സുഹൃത്ത്, അല്ലാതെ പൊതു കൂട്ടുകാരെപ്പോഴൊക്കെ ഉണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുമാണ് DC നിങ്ങളുടെ കൂടെ. ഇത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രസാദന ജീവിതത്തിലും വലിയ ഒരു വഴിത്തിരിവാകട്ടെ. അത്തരത്തിൽ കേരളത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന് ഒരു പുതിയ ഊർജം ലഭിക്കട്ടെ. ഇവിടെ എത്തി ഇത്രയും വാക്കുകൾ പറയാൻ അനുവദിച്ച ശ്രീ വേണുവിനോട്, സഖാവുന്നാണ് ആദ്യം വരുന്നത്, പക്ഷെ കെ വേണുവിനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക്